السلام عليكم ورحمة الله تعالى وبركاته. ألف الألف نظام مده على الآل آل أول سطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بالع المداح في أوصافه فما بلغ بالع إشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله زر الريح المصطفى وازد إقامة به زرت حامم زاويا عن قلبك زلزال زال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഹിബ്ബീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഇരുലോകത്തും വിജയിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മദ്ഹുകൾ പറയാനും മൗലിദ് ഓതാനും അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊരു രണ്ട് കാര്യമാണ് പറയാനുള്ളത്, പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ആയിരക്കണക്കിന് ഇസ്മുകളുണ്ട്. അതിൽ അല്ലാഹു പ്രത്യേകം മഹത്വപ്പെടുത്തിയ സെലക്ട് ചെയ്തിട്ടുള്ള ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്ന എന്നറിയപ്പെടുന്ന 99 നാമങ്ങൾ. ഈ അസ്മാഉൽ ഹുസ്ന ഒരാൾ നിത്യമാക്കിയാൽ അല്ലാഹുവിന് പ്രത്യേക സ്നേഹം അവരോട് ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം അല്ലാഹു മഹത്വപ്പെടുത്തിയ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇസ്മുകളാണല്ലോ അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ അദ്ദേഹത്തിനോട് പ്രത്യേക സ്നേഹം അല്ലാഹുവിന് ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ ദുആ സ്വീകരിക്കാൻ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓരോ ഇസ്മിനും ഓരോരോ പ്രത്യേകതകളാണുള്ളത്. ഓരോ ഇസ്മിനും അതിൻ്റെതായ കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ച് നമ്മൾ ചൊല്ലിയാൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന ഇസ്മിന്റെ ഒരു 6 നേട്ടങ്ങൾ ഇവിടെ ഞാനൊന്ന് പറയാം. അതിൽ ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ജനങ്ങൾ പലവിധത്തിലാണല്ലോ. നാം എന്ത് നന്മ ചെയ്താലും ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. പലരും അസൂയയുടെ കണ്ണിനാൽ നമ്മെ നോക്കും. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ കണ്ണീറിന്റെ വിഷാംശം ജനങ്ങളിൽ നിന്ന് നമുക്ക് ഏൽക്കാൻ അത് കാരണമായേക്കാം. അങ്ങനെയുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലുന്നത് വഴി സാധ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ നേട്ടം. ഇനി രണ്ടാമത്തെ നേട്ടം എന്നുള്ളത്, ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഉപകാരം ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലുന്നത് വഴി നമുക്കത് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ അത് കാരണമാകും ഈ ഇസ്മ ചൊല്ലുന്നത് വഴി എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ നേട്ടം. ഇനി മൂന്നാമത്തെ ഈ ഇസ്മിന്റെ നേട്ടം എന്നുള്ളത്, നാം ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുത്തു, അത്
തിരികെ ലഭിക്കാൻ, കടം കൊടുത്ത പൈസയോ മറ്റോ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളായിക്കോട്ടെ, അത് തിരികെ ലഭിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലുന്നത് വഴി സാധിക്കുമെന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് പൈസ കടം കൊടുത്ത് ചോദിക്കുമ്പോൾ തിരികെ കിട്ടാത്തൊരവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ടാകും. പൈസ കടം കൊടുത്തത് എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലുന്നത് വഴി സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ മൂന്നാമത്തെ നേട്ടം. ഇനി നാലാമത്തെ നേട്ടം, നാം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അത് ഹൈറായി കിട്ടാൻ വേണ്ടി ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലി ദുആ ചെയ്താൽ മതി എന്നുള്ളതാണ്. നാം ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലി ദുആ ചെയ്തിറങ്ങിയാൽ ആ കാര്യം ഹൈറായി കിട്ടും, അത് വിജയമായി കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ നാലാമത്തെ നേട്ടം. ഇനി ഈ ഇസ്മിന്റെ അഞ്ചാമത്തെ നേട്ടം, നമ്മുടെ ഈമാൻ ഉറയ്ക്കാൻ, നമ്മുടെ ഈമാൻ ദൃഢമാകാൻ, നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്മ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഈ ഇസ്മിന്റെ ആറാമത്തെ നേട്ടം, നമുക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ, സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലിയാൽ മതി. ഇനി ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? ഈ ഇസ്മ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. എന്നാൽ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ, ദുആകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 11 വട്ടം ഈ ഇസ്മ ചൊല്ലിയാൽ മേൽപ്പറഞ്ഞ നേട്ടങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകൾ, ഔറാദുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 11 വട്ടം ഈ പരിശുദ്ധമായ ഇസ്മ ചൊല്ലിയാൽ നമ്മൾ മേൽപ്പറഞ്ഞ 6 നേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്നതാണ്. ഇനി ഏതാണ് ആ ഇസ്മ? അത് യാ ഹക്കമു യാ അല്ലാഹ്, വിധികർത്താവായ അല്ലാഹുവേ എന്നുള്ളതാണ് ആ പരിശുദ്ധമായ ഇസ്മ. എല്ലാ കാര്യത്തിലും വിധി നിർണയിക്കുന്ന റബ്ബേ, എന്റെ എല്ലാ കാര്യത്തിലും ഹൈറായ വിധി നീ നൽകണമേ അല്ലാഹുവേ എന്നാണ് ഈ പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം. ഒരാൾ അർദ്ധരാത്രി തഹജ്ജുദിന് നേരത്തെ എഴുന്നേറ്റ് വുളു ചെയ്ത് ഈ പരിശുദ്ധമായ ഇസ്മ ദൃഢമനസ്സോടെ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നന്മയുടെയും ആത്മജ്ഞാനത്തിന്റെയും വെളിച്ചം അവന്റെ ഹൃദയത്തിൽ നൽകുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ ഇസ്മ മുറുകെ പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഓതിയ ഒരു കൊച്ചു സൂറത്തുണ്ട്. നാം എല്ലാവരും ഓതുന്ന സൂറത്താണത്. അതിന്റെ വലിപ്പം പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ചെറിയ സൂറത്താണെങ്കിലും അതിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എനിക്കൊരു പരാതിയുണ്ട്. എന്താണ് നിങ്ങളുടെ പരാതി? ആ സ്വഹാബി മറ്റൊരു സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ സ്വഹാബിയുടെ പിറകെ ഞാൻ എപ്പോൾ നിസ്കരിച്ചാലും, ആ സ്വഹാബിയെ തുടർന്ന് ഞാൻ എപ്പോൾ നിസ്കരിച്ചാലും, ജമാഅത്തായി നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇമാമും ഞാൻ മാമൂമുമായി നിസ്കരിക്കുന്ന വേളയിൽ അദ്ദേഹം ഒരു സൂറത്ത് മാത്രമേ ഓതുന്നുള്ളൂ. ഇനി മറ്റേതെങ്കിലും സൂറത്ത് ഓതിയാൽ തന്നെ ഈ ഒരു സൂറത്ത് അതിന്റെ ഒപ്പം ഓതും. അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ വിളിച്ചു ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞത് സത്യമാണോ? അതേ നബിയെ, ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചാലും ജമാഅത്തായി നിസ്കരിച്ചാലും ആ ഒരു സൂറത്ത് ഞാൻ മുടക്കാറില്ല. ആ സൂറത്തിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. ഏതാണ് ആ സൂറത്ത്? അത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പരിശുദ്ധമായ സൂറത്തിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയെ. ഞാൻ നിസ്കരിക്കുമ്പോൾ ഏത് റക്അത്താണെങ്കിലും ഈ സൂറത്താണ് ഞാൻ കൂടുതൽ ഓതാറുള്ളത്. മറ്റേതെങ്കിലും സൂറത്ത് ഓതിയാൽ തന്നെ ഈ സൂറത്ത് ഞാൻ കൊണ്ടുവരാറുണ്ട്. അത് ഒറ്റക്കായി നിസ്കരിക്കുമ്പോഴാണെങ്കിലും കൂട്ടമായി ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഈ സൂറത്ത് ഞാൻ ഒഴിവാക്കാറില്ല നബിയെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ അത് പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം തീർത്തതുപോലെയാണ്, ഖുർആൻ മൊത്തം ഓതിയതുപോലെയാണെന്ന് ആദരവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സൂറത്തുൽ ഇഖ്ലാസ് എന്നത് ഖുർആനിന്റെ 1/3 ഭാഗമാണ്. അപ്പോൾ 3 വട്ടം ഓതിയാൽ ഖുർആൻ ഖത്തം തീർത്തതുപോലൊരു പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക. എന്നിട്ട് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സൂറത്ത് നീ മുറുകെ പിടിച്ചുകൊള്ളുക, തീർച്ചയായും ഈ സൂറത്ത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. മറ്റൊരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് കടമുണ്ട്, ഒരുപാട് രോഗമുണ്ട്, പട്ടിണിയുണ്ട്, ഭയമുണ്ട്, വീട്ടിലേക്ക് കടക്കാനേ തോന്നുന്നില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നമാണ്,
ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ആ സ്വഹാബിയോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാൽ വെച്ച് കയറുക, ബിസ്മി ചൊല്ലി കയറുക, എന്നിട്ട് എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുക, ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യൂ. ഇങ്ങനെ ചെയ്താൽ നിന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ മാറിക്കിട്ടുന്നതാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ ആണും പെണ്ണും കുട്ടികളും വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ പ്രത്യേക ബറക്കത്ത് ആ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. ഒരാൾ തന്റെ വീട്ടിൽ വെച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അയാളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് മാത്രമല്ല, അയൽപ്പക്കത്തെ വീടുകളിൽ പോലും ബറക്കത്തുണ്ടാകാൻ കാരണമാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ ഈ പരിശുദ്ധമായ സൂറത്തിന് ഇനിയുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സൂറത്ത് ഏതാണെന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട യാ ഹക്കമു യാ അല്ലാഹ് എന്ന പരിശുദ്ധമായ ഇസ്മിന്റെ 6 നേട്ടങ്ങൾ പറഞ്ഞു. ഈ 2 കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം വിജ്ഞാനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിർ കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.